ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ വീടുകളിലും ഈ ചെറുപ്പക്കാർ വന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല. ഈ ദുരന്തകാലത്ത് ഇവരുടെ സേവനം ഞങ്ങളെ PHCക്ക് വലിയൊരു നേട്ടമായി കാണുകയാണ്. ഇന്നത്തെ തലമുറകൾ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ്. ഇവരുടെ സ്വന്തം ചെലവിൽ തന്നെയാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മലയാളി പൊളിയാണ്. ഏതാപത്ത് ഘട്ടങ്ങളിലും മലയാളികളുടെ കരങ്ങൾ സഹായത്തിനായി എത്താറുണ്ട്. കേരളത്തിനകത്ത് എന്ത് സംഭവിച്ചാലും കേരളത്തിന് പുറത്ത് എന്ത് സംഭവിച്ചാലും മലയാളികൾക്ക് ചെയ്യാനുള്ളത് അവർ ഭംഗിയായി ചെയ്യാറുണ്ട്. അതെ, പ്രളയം വന്നു കഴിഞ്ഞാലും കൊറോണ വന്നു കഴിഞ്ഞാലും മലയാളികൾക്ക് അവരുടെ സേവനത്തിൽ യാതൊരു തടസ്സവും നേരിടില്ല. ചെയ്യാനുള്ളത് വളരെ വൃത്തിയായി തന്നെ അവർ ചെയ്തു തരികയും ചെയ്യും. അതെ, ഈ കൊറോണ കാലത്ത് അവരും സേവനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. സേവനം എന്ന് പറയുമ്പോൾ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സേവനം, അങ്ങനെ വേണം പറയാൻ. അതായത് ചെർക്കള ചെങ്കള PHC അഥവാ ആരോഗ്യ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് കുറച്ച് യുവാക്കൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയാണ്. ഇവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊറോണ സ്ഥിരീകരിച്ച ഒരാളുടെ വീടിന് മുന്നിലാണ്. പേരൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് പരിചയപ്പെടുത്താതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവർ ആ വീടിന് മുന്നിൽ വന്നിട്ട് ഇവരുടേതായിട്ടുള്ള സ്വന്തം ചിലവിൽ ഇവരുടെ വാഹനത്തിന് എണ്ണയടിച്ച് ഇതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തിട്ട് ഇതാ ഇവിടെ അണുനശീകരണം നടത്തുകയാണ്. അതായത് അണുവിമുക്തമാക്കാനുള്ള ലായിനി ഇവർ ഇവിടെ പ്രയോഗിക്കുകയാണ്. ഒരു കൂട്ടം യുവാക്കളാണ്. ഇവർ ഈ നല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, കൊറോണയെ പേടിച്ചുകൊണ്ട് പലരും, അതായത് ആരോഗ്യരംഗത്തുള്ള ആളുകളായാൽ പോലും അതിലൊരു 10% വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള നന്മയാർന്ന പ്രവർത്തികൾ ചെയ്യുന്ന ഇവരെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെയുള്ള മാരകമായ വൈറസ്, ആ വൈറസിനെ നേരിടേണ്ടത് ഇതുപോലെ ചങ്കുറപ്പോടുകൂടിയാണ്. എന്തായാലും നായന്മാറ മൂലയിലെ അഥവാ പടിഞ്ഞാറ് മൂലയിലെ യുവാക്കൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവരുടെ വാഹനമാണ്, ഇവരുടെ സ്വന്തം വാഹനം. ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം വാഹനത്തിൽ വരുന്നു, എന്നിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള മിഷൻസ് അത് ഇവർ തന്നെ വാങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒപ്പം എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു പ്രവൃത്തി ഇവർ നേരിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെ അണുവിമുക്തമാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ നായ്മാറ മൂല പടിഞ്ഞാറിലുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിന് തയ്യാറായി വരികയും അവരെ കൊണ്ട് എല്ലാ അതിൻ്റെ ചിലവുകളെല്ലാം വഹിക്കുന്നത് അവരാണ്. അതിൻ്റെ ടെമ്പോ ഡീസൽ ഒഴിക്കുന്നത്, ടെമ്പോയുടെ ചാർജ്, അതുമാത്രമല്ല അതിനുള്ള ഉപകരണങ്ങൾ, ടാങ്ക് എല്ലാം ഈ ചെറുപ്പക്കാരാണ് ഇവിടെ കൊണ്ടുവന്ന് തളിക്കുന്നത്. അത് നമ്മളെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ വീടുകളിലും ഈ ചെറുപ്പക്കാർ വന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെ അഭിനന്ദിക്കണമെന്നറിയില്ല. ഈ ദുരന്തകാലത്ത് ഇവരുടെ സേവനം ഞങ്ങളെ PHCക്ക് വലിയൊരു നേട്ടമായി കാണുകയാണ്. ഇതിപ്പോൾ ശരിക്കും 23ാമത്തെ കേസാണ് നമ്മുടെ ചെങ്കള പഞ്ചായത്തിലെ. അതിൽ ഇന്നത്തെ സ്ഥിതി വെച്ച് 23ാമത്തെ വീടാണ് ഇവർ ഞങ്ങളോടൊപ്പം വന്ന് ഈ പ്രവർത്തനത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അതിനുപരി ഇവർ എല്ലാവിധ പബ്ലിക് ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും, മീൻസ് ഗവൺമെൻറ് ഓഫീസുകൾ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുകൾ, മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് വരുന്ന ഇടങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, ഇവിടെയെല്ലാം ഇവർ ക്ലീൻ ചെയ്യാൻ വളരെയധികം മുൻകൂട്ടി ഏത് സമയം വിളിച്ചാലും അവർ റെഡിയായി വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. തികച്ചും നമുക്കതിനോട് അഭിമാനം തോന്നുന്നുണ്ട്.
ഇന്നത്തെ തലമുറകൾ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ്. ഇവരുടെ സ്വന്തം ചെലവിൽ തന്നെയാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇവരെ മാതൃകയാക്കാൻ ശ്രമിക്കുക, സഹകരിക്കാൻ തയ്യാറാവുക. കൊറോണ എന്ന് പറയുന്നത് ഒരു മഹാമാരിയാണ്. ആ മഹാമാരിയെ തോൽപ്പിക്കേണ്ടത് മനസ്സിലൂടെ തന്നെയാണ്. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള. Aiva Silks, Kasargod, Kaningad, Mangalore.